നമസ്കാരം. കേരളം സൈബർ തട്ടിപ്പിന്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയാണ് മലയാളികളെ പറ്റിച്ച് സൈബർ തട്ടിപ്പു സംഘങ്ങൾ കൈക്കലാക്കിയത്. ഓരോ ദിവസവും കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അനവധി കേസുകളാണ്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്തരം തട്ടിപ്പുകളിൽ ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന സ്ഥാനമാനങ്ങളുമുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തുവരികയും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തുവരികയും ചെയ്യുമ്പോഴും ഇപ്പോഴും കേരളത്തിലെ സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്ന മലയാളികളിൽ ഭൂരിഭാഗവും തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 സംഭവങ്ങളെ കുറിച്ച് പറയാം. തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ കേസിൽ തട്ടിപ്പിന് ഇരയായത് കെൽട്രോണിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. വെർച്വൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പു സംഘം ഇദ്ദേഹത്തെ പറ്റിച്ചത്. ഇദ്ദേഹത്തിന് സ്വകാര്യതയെ മാനിച്ച് മറ്റ് വിവരങ്ങളൊന്നും പറയുന്നില്ല. എങ്കിലും രജിസ്റ്റർ ചെയ്ത കേസിലെ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. 1 മുതൽ 2 വരെ പ്രതികൾ ആവലാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും പണം തട്ടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 8/11/2025 വാട്സപ്പ് നമ്പർ വഴി ആവലാതിക്കാരനെ ബന്ധപ്പെട്ട് ടിയാൻ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് 11/11/2025 ഒന്നാം പ്രതി ആവലാതിക്കാരനെ പറഞ്ഞു വിശ്വസിപ്പിച്ചും രണ്ടാം പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവലാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്നും 15,25,282 രൂപ തട്ടിച്ചെടുത്ത് പ്രതികൾ കൂടുതൽ തുക ആവശ്യപ്പെടുകയും ആൾമാറാട്ടം നടത്തിയും ആവലാതിക്കാരനെ ചതിക്കുന്നതിന് വ്യാജരേഖകൾ നിർമ്മിച്ചും വ്യാജരേഖകൾ അസലാണെന്ന് പറഞ്ഞ് ഉപയോഗിച്ചും പ്രതികൾ പൊതു ഉദ്ദേശ കാര്യസാധ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഈ കേസിൽ തട്ടിപ്പിനിരയാക്കപ്പെട്ട വ്യക്തി കെൽട്രോണിലെ മുൻ മാനേജറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്, മറ്റൊരാൾ ടെക്നോ പാർക്കിലും. ഇങ്ങനെ സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉന്നത പരിതസ്ഥിതിയിലുള്ള കുടുംബം. എന്നിട്ടും ഇവർ ഒരു സൈബർ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം. ഇനി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഈ കേസിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഇവരുടെ കയ്യിൽ നിന്നും 75 ലക്ഷത്തിലധികം രൂപയാണ് സൈബർ തട്ടിപ്പു സംഘങ്ങൾ കൈക്കലാക്കിയത്. ഈ കേസിന്റെ FIR-ൽ പറയുന്നത് ഇങ്ങനെയാണ്. പ്രതികൾക്ക് ആവലാതിക്കാരിക്ക് ട്രേഡിങ്ങിലൂടെ അമിത ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നാം പ്രതിയുടെ UPID-യിലേക്ക് 21,000 രൂപയും 12/6/2025 രണ്ടാം പ്രതിയുടെ UPID-യിലേക്ക് 46,000 രൂപയും ഇങ്ങനെ പല തവണകളായി 71,97,347 രൂപയും തട്ടിയെടുത്തു. തുക തിരികെ നൽകാതെ ആവലാതിക്കാരിക്ക് അന്യായമായ നഷ്ടവും പ്രതികൾക്ക് അന്യായ ലാഭവും ഉണ്ടാക്കി മേൽപ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഈ കേസിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയിൽ നിന്നും തട്ടിപ്പു സംഘം പണം കൈക്കലാക്കിയത് ട്രേഡിങ്ങിലൂടെ പണം ഇരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകിയായിരുന്നു. മറ്റൊരു കാര്യം, ഇവരും സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്ന പരിതസ്ഥിതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഓരോ ദിവസവും വെർച്വൽ അറസ്റ്റ്, ട്രേഡിംഗ്, പണം ഇരട്ടിപ്പിക്കൽ, ഓൺലൈൻ ഓഫറുകൾ, ഓൺലൈൻ ജോലി വാഗ്ദാനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ രീതിയിൽ സൈബർ തട്ടിപ്പു സംഘങ്ങൾ വിരിക്കുന്ന വലയിൽ നിരവധി ആളുകളാണ് വീഴുന്നത്. ഇത്തരത്തിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ട്രായ് തന്നെ ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തട്ടിപ്പുകൾക്കും സ്പാം കോളുകൾക്കുമെതിരായ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രായ് 2 ദശലക്ഷം മൊബൈൽ നമ്പറുകൾ എന്നേക്കുമായി നിരോധിക്കുകയും വ്യാജ SMS-കളും കോളുകളും തുടർച്ചയായി അയച്ചിരുന്ന 1 ലക്ഷത്തോളം സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നടപടിയാണ് ട്രായിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൈബർ തട്ടിപ്പ് നടത്തുന്നവരെ മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, ഔദ്യോഗിക ട്രായ് DND ആപ്പ് വഴി സ്പാം കോളുകളും SMS-ഉം റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ ഭാഗമായി ട്രായ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം KYC, ബാങ്ക് അപ്ഡേറ്റുകൾ, വ്യാജ ഓഫറുകൾ, സർക്കാർ തിരിച്ചറിയൽ രേഖകൾ എന്നിവ വാഗ്ദാനം ചെയ്ത് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ച കോളർമാർക്കെതിരെയാണ്
ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഒരു ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇത്തരം തട്ടിപ്പുകാരെ തടയാൻ സാധിക്കില്ലെന്ന് ട്രായ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വഴി ഇത്തരം തട്ടിപ്പു സംഘങ്ങളെ യഥാർത്ഥത്തിൽ നമ്മൾ വെറുതെ വിടുകയാണ് എന്നാണ് ട്രായ് പറയുന്നത്. കാരണം നമ്മൾ ബ്ലോക്ക് ചെയ്താലും ഇത്തരം തട്ടിപ്പു സംഘങ്ങൾ മറ്റൊരാളെ വിളിച്ച് അവരെ കെണിയിലാക്കും. അതിനാൽ ഇത്തരം ഫോൺ നമ്പറുകൾ വഴി തട്ടിപ്പിന് ഇരയാകുന്നവർ ട്രായ് DND ആപ്പിൽ നിർബന്ധമായും പരാതി നൽകണമെന്നാണ് ട്രായ് പറയുന്നത്. പരാതിക്കാർ രേഖപ്പെടുത്തുന്ന ഫോൺ നമ്പറിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് ട്രായ് നിരീക്ഷിക്കുകയും തട്ടിപ്പ് കണ്ടെത്തിയാൽ ആ നമ്പർ എന്നേക്കുമായി വിച്ഛേദിക്കുകയും ചെയ്യും. ഇനി എങ്ങനെ സ്പാം കോളുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഒരു സ്പാം അല്ലെങ്കിൽ തട്ടിപ്പ് കോൾ റിപ്പോർട്ട് ചെയ്യാൻ ആദ്യം ട്രായ് DND ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് വഞ്ചനാപരമായ കോളിന്റെയോ SMS-ന്റെയോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പർ തിരഞ്ഞെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കുക. അജ്ഞാത കോളുകൾ, ചാറ്റുകൾ വഴി നിങ്ങളുടെ OTP, UPI പിൻ, ബാങ്ക് വിശദാംശങ്ങൾ, ആധാർ വിവരങ്ങൾ എന്നിവ ഒരു കാരണവശാലും പങ്കിടരുത് എന്ന് ട്രായ് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. ഭീഷണികൾ, പ്രലോഭനങ്ങൾ എന്നിവ പിന്തുടരുകയോ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത്. ഇനി അബദ്ധത്തിൽ നിങ്ങൾ ഒരു തട്ടിപ്പിന് ഇരയായാൽ 193 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതി രേഖപ്പെടുത്തണം. കൂടാതെ ചക്ഷു ഫീച്ചർ വഴി സംശയാസ്പദമായ ടെലികമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും.